ഇതാണ് ബാന ഹിൽസിൻ്റെ കവാടം. വിയറ്റ്നാമിൻ്റെ തെക്കൻ തീരത്ത് ദനാങ് പട്ടണത്തിന് സമീപത്തുള്ള ലോകപ്രശസ്തമായ ഒരു ഉല്ലാസ കേന്ദ്രമാണ് ബാന ഹിൽസ്. സൺവേൾഡ് ഗ്രൂപ്പ് നിർമ്മിച്ച ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇന്ന് ലോകപ്രശസ്തമായ ഒരു റിസോർട്ട് കൂടിയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കേബിൾ കാറിൽ വേണം പർവ്വതം മുകളിലെ അത്ഭുത ലോകം കാണാൻ പോകാൻ. മനോഹരമായിട്ടാണ് ഇവിടെയൊക്കെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. ഹൊയാനിലെ പ്രശസ്തമായ ജാപ്പനീസ് ബ്രിഡ്ജിൻ്റെ മാതൃകയിലുള്ള ഒരു ബ്രിഡ്ജിലൂടെ നടന്നു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതിൻ്റെ ഇരുവശത്തുമായി നിരവധി പ്രതിമകൾ. അതിനിടയിലൂടെ സഞ്ചാരികൾക്ക് പുറകിലായി ഞാനും മുന്നോട്ട് നടന്നു. മലമുകളിലേക്ക് പോകുന്ന കേബിൾ കാർ സ്റ്റേഷനിൽ എത്താൻ കുറച്ചു ദൂരം നടക്കേണ്ടതുണ്ട്. തട്ടുതട്ടുകളായി ഉണ്ടാക്കിയ നിരവധി കെട്ടിടങ്ങൾ. പലതിലും നമുക്ക് മുകളിലേക്ക് കയറാനായി എസ്കലേറ്റർ സംവിധാനമുണ്ട്. എല്ലായിടവും അതിമനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. പോകുന്ന വഴികളിലെല്ലാം തന്നെ നൂറുകണക്കിന് സുവനീർ ഷോപ്പുകളും കടകളുമുണ്ട്. ഇത്തരം കോറിഡോറുകളിലൂടെ കുറേ ദൂരമായി ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ദനാങ് പട്ടണത്തിലെ നിരവധി ടൂർ ഏജൻസികൾ ഇവിടത്തേക്ക് പാക്കേജ് നടത്തുന്നുണ്ട്. അത്തരമൊരു പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഏകദേശം 4000 ഇന്ത്യൻ രൂപയാണ് ഒരു ദിവസത്തെ പാക്കേജിനായി ഇവർ ഈടാക്കുന്നത്. ടൗണിൽ നിന്ന് ഇവിടത്തേക്കുള്ള വാഹനവും ഉച്ചഭക്ഷണവും ഇവിടത്തേക്കുള്ള എൻട്രി ടിക്കറ്റും ഉൾപ്പെടെയാണ് ഈ പാക്കേജ്. പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലാണ് നിർമ്മാണം എന്ന് പറയാം. ദൂരെ കേബിൾ കാറുകൾ പോകുന്നത് കാണാൻ കഴിയും. കുറേ ദൂരം നടന്നും പിന്നെ എസ്കലേറ്ററിലൂടെ കയറിയുമാണ് ഇവിടേക്ക് വരുന്നത്. ഓടുപാകി മനോഹരമാക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ. ആ കാണുന്നത് ഒരു ചൈനീസ് ടെമ്പിൾ കൂടിയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ദൂരെ കാണുന്ന ആ വലിയ കെട്ടിടത്തിൽ നിന്നാണ് എൻ്റെ നടത്തം ആരംഭിച്ചത്. ഇതാ അവസാനം കേബിൾ കാർ സ്റ്റേഷനിലെത്തി. ബാന ഹിൽസിലേക്ക് ഇപ്പോൾ 6 കേബിൾ കാർ റൂട്ടുകളാണുള്ളത്. ഡനാങ്ങിൽ നിന്ന് 42 കിലോമീറ്റർ അകലെയായി 1500 മീറ്റർ ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി യാത്രയാണെന്ന് പറയാം. താഴെ മനോഹരമായ പച്ച പുതച്ച മലനിരകൾ, അതിനു മുകളിലൂടെയുള്ള യാത്ര. ആ കാണുന്നത് ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ സമീപത്തുകൂടെയും കേബിൾ കാർ പോകുന്നുണ്ട്. ട്രങ്സൂങ് പർവ്വതനിരകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. താഴെ കൊടുങ്കാട് തന്നെയാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പർവ്വതത്തിൻ്റെ മടിത്തട്ടിൽ കൂടെയുള്ള യാത്ര. ദൂരെ പൊട്ടുകളായി നഗരങ്ങളും കെട്ടിടങ്ങളും കാണാം. അതിമനോഹരമാണ് ഈ കേബിൾ കാർ യാത്ര. ലോകത്തിലെ ഏറ്റവും നീളമുള്ള കേബിൾ കാർ ശൃംഖലകളിൽ ഒന്നാണ് ഇവിടുത്തേത്. 2013 മാർച്ച് 29 ബാന ഹിൽസിൽ കേബിൾ കാർ ആരംഭിച്ചത്. 5801 മീറ്റർ നീളമുള്ള ഇവിടുത്തെ കേബിൾ കാറാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള നോൺ സ്റ്റോപ്പ് സിംഗിൾ ട്രാക്ക് കേബിൾ കാർ എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2021 ബാന ഹിൽസ് അവരുടെ 6ാമത്തെ കേബിൾ കാർ ശൃംഖല കൂടി ഉദ്ഘാടനം ചെയ്തു. ആ കേബിൾ കാർ ഡോപ്പൽമെയർ കമ്പനി നിർമ്മിച്ചതും നിലവിൽ സൺവേൾഡ് ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നതുമാണ്. ഏകദേശം 1100 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അന്നാമറ്റ് റേഞ്ച് അഥവാ അന്നാമീസ് പർവ്വതനിരകളുടെ ഭാഗമാണ് ഈ കാണുന്ന മലനിരകളൊക്കെ. വിയറ്റ്നാമീസ് തീരത്തിന് സമാന്തരമായിട്ടുള്ള മെക്കോങ് നദീതടത്തെയും ദക്ഷിണ ചൈന കടലിന്റെ ഭാഗമായ വിയറ്റ്നാമിന്റെ ഇടുങ്ങിയ തീരദേശ സമതലത്തെയും വേർതിരിക്കുന്ന രീതിയിലാണ് അന്നാമറ്റ് പർവ്വതനിര കടന്നുപോകുന്നത്. ഈ പർവ്വതനിരകളുടെ ഉയർന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗം സ്ഥലത്തും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ
വിയറ്റ്നാമീസ് അല്ലാത്ത വംശീയ ന്യൂനപക്ഷങ്ങളായിരുന്നു അധിവസിച്ചിരുന്നത്. എന്നാൽ 1976 മുതൽ 1990 വരെ 6 ദശലക്ഷം കുടിയേറ്റക്കാരുടെ കോളനിവൽക്കരണമാണ് ഇവിടെ നടന്നത്. അതോടെ ജനസംഖ്യാ ഘടനയിൽ വലിയ മാറ്റമുണ്ടായി. ഇത് ഉയർന്ന പ്രദേശങ്ങളിലെ തദ്ദേശീയ വംശീയ വിഭാഗങ്ങളെക്കാൾ വംശീയ വിയറ്റ്നാമീസ് കിൻഹ് ജനസംഖ്യ കൂടുതലായി വളരാൻ കാരണമായി. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ തന്നെ ചുറ്റുപാടുമുള്ള മനോഹരമായ മലനിരകളൊക്കെ കണ്ട് രസകരമായ യാത്രയായിരുന്നു കേബിൾ കാറിലൂടെ ഉള്ളത്. മുകളിലേക്ക് എത്തുമ്പോഴേക്കും കോടമഞ്ഞ് മൂടി വരുന്നുണ്ട്. തണുപ്പ് കൂടിക്കൂടി വരുന്നു. ദൂരെ ഒരത്ഭുത ലോകം പോലെ ബാനാ ഹിൽസിലെ കെട്ടിടങ്ങൾ കണ്ടു തുടങ്ങി. നിരവധി കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുകളിലൂടെയാണ് കേബിൾ കാർ യാത്ര. വനപ്രദേശങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലത്തിനു മുകളിലായി എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു ടൗൺഷിപ്പാണ് ആ കാണുന്നത്. മലേഷ്യയിലെ ലോകപ്രശസ്തമായ ചൂതാട്ട കേന്ദ്രമായ ജൻലിംഗ് ഹൈലാൻഡിന്റെ അതേ രീതിയിലാണ് ഇവിടെ ബാനാ ഹിൽസും പണിതിരിക്കുന്നത്. ഇതുപോലെ തന്നെ മനോഹരമായ ഒരു കേബിൾ കാർ യാത്ര മലേഷ്യയിലെ ജൻലിംഗ് ഹൈലാൻഡിലും ഉണ്ട്. അതും പച്ചപുതച്ച് കിടക്കുന്ന വലിയൊരു മലമുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു കേബിൾ കാർ യാത്രയ്ക്ക് ശേഷം മുകളിലെത്തിയപ്പോഴുള്ള കാഴ്ചയാണിത്. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലം. അതിനിടയിൽ ആ കാണുന്ന പാലമാണ് വിയറ്റ്നാമിലെ ലോകപ്രശസ്തമായ ഗോൾഡൻ ബ്രിഡ്ജ്. വിയറ്റ്നാമിലെത്തുന്ന ഭൂരിഭാഗം സഞ്ചാരികളുടെയും പ്രിയപ്പെട്ട സ്ഥലമാണിത്. 150 മീറ്റർ നീളത്തിൽ 5 മീറ്റർ വീതിയിലുമാണ് ഈ പാലത്തിന്റെ നിർമ്മാണം. 2 വലിയ കൈകൾ താങ്ങി നിർത്തുന്ന രീതിയിലാണ് ഇതിന്റെ ഘടന. ഫൈബർ ഗ്ലാസും വയർമെഷും കോൺക്രീറ്റും ഒക്കെ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. നിരവധി സഞ്ചാരികളുണ്ട് ആ പാലത്തിനു മുകളിൽ. പാലത്തിന്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും മൂടൽമഞ്ഞ് ആ പ്രദേശമൊക്കെ മൂടിയിരിക്കുന്നു. സഞ്ചാരികളുടെ തിരക്ക് കാരണം അതിലൂടെ മുന്നോട്ട് നടക്കുക ഒരു ശ്രമകരമായ ജോലിയാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ പെട്ടെന്നാണ് മഞ്ഞുകൊണ്ട് മൂടിയത്. മനോഹരമായ ഘടനയാണ് പാലത്തിൻ്റേത്. നിരവധി സഞ്ചാരികളുണ്ട്, പല ദേശത്തു നിന്ന് വന്നവർ. എല്ലാവരും ലോകപ്രശസ്തമായ ആ പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഈ പാലത്തിന്റെ അടിഭാഗം മരംപാകിയാണ് നിർമ്മിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുക എന്നത് ഒരു വലിയ ടാസ്കായി മാറിയിരിക്കുന്നു. അത്രയധികം തിരക്കാണിവിടെ. ഇടയ്ക്ക് 1-2 മലയാളി സുഹൃത്തുക്കളെയും കാണാൻ പറ്റി. ഈ പാലത്തിലൂടെ 150 മീറ്ററോളം മുന്നോട്ട് നടന്ന് അപ്പുറത്തെത്തിയാൽ അവിടെ ചെറിയൊരു പാർക്കുണ്ട്. അങ്ങോട്ടേക്കാണ് എനിക്ക് പോകേണ്ടത്. പാലത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള കാഴ്ച പകർത്താൻ പറ്റാത്തത്ര മഞ്ഞായിരിക്കുന്നു. പക്ഷേ മൂടൽമഞ്ഞുകൊണ്ട് മൂടിയ ഈ പാലത്തിലൂടെ നടക്കുന്നതും ഒരു രസമുള്ള അനുഭവമാണ്. ഹോച്ചിമിൻ സിറ്റി ആസ്ഥാനമായുള്ള ടിഎ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന കമ്പനിയാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തത്. കമ്പനിയുടെ സ്ഥാപകനായ വു വിയറ്റ് ആൻ ആയിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ഡിസൈനർ. 2017 ജൂലൈയിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2018 ഏപ്രിൽ പാലത്തിന്റെ പണി പൂർത്തിയായി. 2018 ജൂണിലാണ് ഈ പാലം സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. അന്നു മുതൽ ലോക സഞ്ചാരികളുടെ ഒരിഷ്ട ലൊക്കേഷനായി മാറിയിരിക്കുന്നു ഈ പാലം. വിയറ്റ്നാമിലെത്തുന്ന സഞ്ചാരികളുടെയും പ്രാദേശികമായി നടക്കുന്ന വിവാഹങ്ങളുടെയും ഒക്കെ പ്രധാന ഫോട്ടോ ലൊക്കേഷൻ കൂടിയാണ് ഇന്ന് ഇവിടം. ബ്രിഡ്ജിന്റെ കൈവരികൾക്കെല്ലാം ഗോൾഡൻ നിറമാണ്. പക്ഷേ എന്റെ ക്യാമറയിൽ ആ കളർ കൃത്യമായി പതിയുന്നില്ല. പാലത്തിന്റെ വ്യത്യസ്തമായ ഘടനയും ആരെയും ആകർഷിക്കുന്ന ഈ ഭൂപ്രകൃതിയും കൊണ്ടാകാം ഈ പാലം ഇത്രയും ലോകപ്രശസ്തമായത്.
മുഴുവനായും മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്നു. പാലത്തിന്റെ മറുവശം കാണാത്ത രീതിയിലാണ് മഞ്ഞു മൂടിയിരിക്കുന്നത്. മലയ്ക്ക് മുകളിലുള്ള ഈ പാലത്തിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ച അതിമനോഹരമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ കാഴ്ച എനിക്ക് കിട്ടും എന്ന് തോന്നുന്നില്ല. പാലത്തിലെ കൈയാകൃതിയിലുള്ള സ്ഥലത്താണ് സഞ്ചാരികളുടെ തിരക്ക് കൂടുതൽ. ഇതാണ് പാലത്തിന്റെ മറുവശം. അപ്പോഴേക്കും മഞ്ഞ് കുറച്ച് മാറിയിരിക്കുന്നു. ഊട്ടിയിലും കൊടൈക്കനാലിലെയും പോലെയുള്ള ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. എല്ലാ സ്ഥലവും മനോഹരമായി ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പാലവും ഇതിന്റെ സമീപത്തുള്ള ഈ ഉദ്യാനവും ഒക്കെ സഞ്ചാരികളുടെ ഇഷ്ട ലൊക്കേഷനാണെന്ന് പറയാം. ചെറിയൊരു ഉദ്യാനമാണ്. കാലിന്റെയും കൈയുടെയും തലയുടെയും ഒക്കെ വലിയ പ്രതിമകൾ കാണാം. പ്രത്യേക തരത്തിലുള്ള പ്രതിമകളാണ് ഉദ്യാനത്തിന്റെ പല ഭാഗത്തുമുള്ളത്. അതിനിടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് പലരും. ഒരു ദിവസം മുഴുവൻ കാണാനുള്ള കാഴ്ചകളുണ്ട് ഈ പർവ്വതമുകളിൽ. അതിലൊന്ന് മാത്രമാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയാം. ഏകദേശം 1 മണിക്കൂർ സമയം ഞാനിവിടെ ചെലവഴിച്ചു. കൂടുതൽ ഇവിടെ നിന്നാൽ മറ്റു കാഴ്ചകൾ എനിക്ക് നഷ്ടമാവും. ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും വിയറ്റ്നാമിലെ ഈ മലമുകളിൽ എത്തിച്ചേരുന്നത്. സഹ്യന്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള യാതൊരു നിർമ്മിതിയും ഇല്ല എന്ന് നമ്മൾ ഓർക്കണം. വയനാട് ചുരത്തിന് മുകളിലേക്ക് ഒരു കേബിൾ കാർ ശൃംഖല വരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ട് വർഷങ്ങൾ ഒരുപാടായിരിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഇപ്പോഴും അവിടെ തുടങ്ങിയിട്ടില്ല. സമയബന്ധിതമായി ദീർഘവീക്ഷണത്തോടെയുമുള്ള ടൂറിസം പദ്ധതികൾ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ കൃത്യമായി നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ലോക ടൂറിസം മാപ്പിൽ നിന്ന് നമ്മൾ മാഞ്ഞു പോകും എന്നത് ഉറപ്പാണ്. കേബിൾ കാറിന്റെ ഒരു ലൈൻ പോകുന്നത് ഈ ഉദ്യാനത്തിന്റെ തൊട്ടു പുറകുവശത്തുകൂടിയാണ്. കേബിൾ കാറിൽ കയറി ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രൂപ്പ് സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നത് കാണാം. പാലത്തിന്റെ അടിയിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ബാണ ഹിൽസിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് ഈ പാലം. എങ്കിലും ഈ മലമുകളിൽ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. ആ പാലം പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്ന സഞ്ചാരികൾ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയുകയേയില്ല. ഇനി ബാണ ഹിൽസിലെ ഫ്രഞ്ച് വില്ലേജ് ഒന്ന് കാണാൻ പോകാം.